ഇത് ഫാദർ ജോർജ് അറക്കൽ, വരാപ്പുഴ അതിരൂപതയിലെ മുതിർന്ന വൈദികരിൽ ഒരാൾ. സഭ ദൈവശാസ്ത്ര സംബന്ധികളായ നിരവധി പുസ്തകങ്ങളുടെ രചയിതാവു കൂടിയായ ഫാദർ ജോർജ് അറക്കൽ പത്രപ്രവർത്തകൻ എന്ന നിലയിലും പ്രശസ്തനാണ്. എറണാകുളത്ത് 4 വർഷത്തോളം കേരള ടൈംസ് ദിനപത്രത്തിൻ്റെ എഡിറ്റർ ഇൻ ചീഫായി സേവനമനുഷ്ഠിച്ച ഫാദർ ജോർജ് അറക്കൽ വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രമായിരുന്ന ജീവജ്യോതിയുടെ സ്ഥാപനം മുതൽ 20 വർഷം അതിൻ്റെ ചീഫ് എഡിറ്ററായും സേവനം അനുഷ്ഠിച്ചു. പ്രായമേറെയായിട്ടും കൈകൾ വിറയ്ക്കാതെ ജോർജ് അച്ഛൻ തൻ്റെ എഴുത്ത് തുടരുന്നു. നിരന്തര പ്രാർത്ഥനകളിലൂടെ ദൈവവുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ജോർജ് അച്ഛൻ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുന്നു. പഴയകാല MA-കാരൻ, അതും പൊളിറ്റിക്സിൽ. ഒപ്പം പത്രപ്രവർത്തനത്തിൽ ബിരുദാനന്തര ഡിപ്ലോമ. ഒരു തീപ്പൊരി രാഷ്ട്രീയക്കാരനാകാനുള്ള എല്ലാ അവസരവും അച്ഛൻ മാറ്റിവെച്ചു. പകരം എഴുത്തിനെ തീപ്പൊരിയാക്കി സമൂഹ ഹൃദയങ്ങളിൽ കൊളുത്തിവെച്ചു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ 2 ദിശാമുഖങ്ങളുണ്ട്. ഒന്നാമത്തേത് മാധ്യമരംഗം, രണ്ടാമത്തേത് ഇടവക കേന്ദ്രമാക്കിയുള്ള അജപാലന രംഗം. ഓരോന്നും ഞാൻ ചെറുതായിട്ട് വിശദീകരിക്കാം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പൊതു ആശയങ്ങളിൽ, സാമൂഹികമായ കാര്യങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ഇവിടെ നിന്നും ചോറ്റുപാത്രത്തിൽ ചോറുമായിട്ടാണ് സ്കൂളിൽ പോകാറ് പതിവ്. അങ്ങനെയാകുമ്പോൾ ഉച്ചയ്ക്ക് ധാരാളം സമയം കിട്ടും. ഈ ഉച്ച സമയത്ത് പത്രം വായിക്കും. സ്കൂൾ വക ലൈബ്രറി ഹാളിൽ പത്രമുണ്ടായിരിക്കും. അന്ന് ലഭിച്ചുകൊണ്ടിരുന്ന പത്രം ദീനബന്ധു എന്ന പത്രമാണ്. അത് കോൺഗ്രസിൻ്റെ പത്രമായിരുന്നു. അതുപോലെ അക്കാലത്ത് ഇന്നത്തേതുപോലെയുള്ള വിദ്യാർത്ഥികളുടെ സംഘടനകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ തന്നെയും മറ്റൊരു തരത്തിൽ ചെറുതായ രീതിയിലുള്ള ഗ്രൂപ്പുകളും സംഭാഷണങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പത്രരംഗവും അതുപോലെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുവാനും കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ സ്കൂളിലെ കൈയെഴുത്ത് മാസികകളിൽ എഴുതുന്നതിനും അക്കാലത്ത് ശ്രദ്ധിച്ചു. അത് ഒരു തുടക്കമായിരുന്നു മാധ്യമരംഗത്തിൻ്റേത്. അത് കഴിഞ്ഞ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ എനിക്ക് 5, 6, 7 ക്ലാസ്സുകളിൽ സ്കോളർഷിപ്പ് കിട്ടി. ഇതിൻ്റെ ഫലമായിട്ട് അടച്ച തുക തിരിച്ചു കിട്ടുകയുണ്ടായി. അക്കാലത്ത് 5 മുതൽ മേലോട്ടുള്ള എല്ലാ ക്ലാസ്സുകളിലും ഫീസ് ഉണ്ടായിരുന്നു. 7 വരെയുള്ള ക്ലാസ്സുകളിൽ 3 രൂപയും 7 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ 6 രൂപയുമായിരുന്നു ഫീസ്. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞ് സെമിനാരിയിൽ ചേർന്നപ്പോൾ സെമിനാരിയിലെ കൈയെഴുത്ത് മാസികകളിൽ എഴുതുവാൻ തുടങ്ങി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആദ്യം എഴുതിയ ലേഖനം, അതിൻ്റെ ശീർഷകം എങ്ങനെയാണ്, കേരളം ചുമന്നത് എങ്ങനെ. അന്ന് IMSൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണം ഇവിടെ കേരളത്തിൽ നടപ്പിൽ വന്നിരുന്നു. ആ ഭരണത്തെ ആസ്പദമാക്കിയിട്ടാണ്, ഉദ്ദേശിച്ചുകൊണ്ടാണ് എഴുതിയത് കേരളം ചുവന്നത് എങ്ങനെ. അതുപോലെ സെമിനാരിയിലെ
സാഹിത്യ സമാജങ്ങളിലുമെല്ലാം പ്രസംഗിക്കുന്നതിനും മറ്റും പ്രസംഗത്തിലും മറ്റും പങ്കെടുക്കുമായിരുന്നു. ഞങ്ങളുടെ സെമിനാരിയിലെ അക്കാഡമിയിൽ മലയാളം അക്കാഡമി, ലത്തീൻ അക്കാഡമി എന്നുള്ള 2 അക്കാഡമികളുണ്ടായിരുന്നു, സാഹിത്യ സമാജങ്ങളുണ്ടായിരുന്നു. ഞാൻ ലത്തീൻ ഭാഷയിലെ സാഹിത്യ സമാജത്തിൻ്റെ സെക്രട്ടറി കൂടിയായിരുന്നു അന്ന്. ആലുവയിലെ മേജർ സെമിനാരിയിലേക്ക് പോയപ്പോഴേക്കും അവിടുത്തെ കൈയെഴുത്ത് മാസികകളിലും അതുപോലെ യോഗങ്ങളിലുമൊക്കെ പ്രസംഗിക്കുന്നതിനുള്ള താല്പര്യം കാട്ടിയിരുന്നു. അവിടെ സെമിനാരിയിലായിരുന്നപ്പോൾ ഒരു ലേഖനമെഴുതി. ആ ലേഖനത്തിൻ്റെ ശീർഷകം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു: കേരളം ഗർജിക്കുന്നു. കേരള രാഷ്ട്രീയത്തെ ഊന്നിക്കൊണ്ടായിരുന്നു ആ ലേഖനം എഴുതിയത്. ആ ലേഖനം കൈയെഴുത്ത് മാസിക സ്വകാര്യ മാസിക ആയിരുന്നുവെങ്കിലും ആ ലേഖനം തലശ്ശേരിയിൽ നിന്നും പുറപ്പെടുന്ന ഗിരീദീപം എന്നുള്ള മാസിക പുനർപ്രസിദ്ധീകരിക്കുകയുണ്ടായി. അങ്ങനെ സെമിനാരി ജീവിതത്തിൽ തന്നെ എഴുത്തും വായനയുമായിട്ടുള്ള ബന്ധം തുടങ്ങി. ഇതിനിടയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന പ്രമുഖ മാസികകളെല്ലാം ഞാൻ എഴുതുമായിരുന്നു. ഉദാഹരണത്തിന് ചെറുപുഷ്പം, കുടുംബദീപം, അമ്മ, മേരി വിജയം മുതലായ മാസികകളിൽ എഴുതുമായിരുന്നു. അതിനുശേഷം താലന്ത് മാസിക പുറപ്പെടുവിക്കാൻ തുടങ്ങി. അങ്ങനെ താലന്ത് മാസികയിലും ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷമാണ് കേരള ടൈംസിലേക്ക് എനിക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നത്. കേരള ടൈംസിൽ എഡിറ്റർ ഇൻ ചീഫായിരുന്നു. അക്കാലത്ത് മുഴുവൻ സമയം കേരള ടൈംസിൽ പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. ചില അവസരങ്ങളിൽ എഡിറ്റോറിയൽ പോലും എഴുതി. ചില അവസരങ്ങളിൽ സ്റ്റാഫ് മെമ്പർമാർ ഇല്ലാത്ത അവസരത്തിൽ മുഴുവൻ ജോലിയും നിർവഹിച്ച് ഞാൻ തനിച്ച് പത്രമിറക്കിയ ദിനങ്ങളുണ്ടായിട്ടുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് ഈവനിങ് ക്ലാസ്സിൽ പങ്കെടുത്ത് ജേർണലിസം ഡിപ്ലോമയും പാസ്സായി. ഇങ്ങനെ മാധ്യമരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നീട് ഇടവകളിലേക്ക് സ്ഥലമാറ്റം ലഭിക്കുന്നത്. അങ്ങനെ സ്ഥലമാറ്റം ലഭിച്ചതിന് ശേഷം വരാപ്പുഴ അതിരൂപയുടെ നേതൃത്വത്തിൽ ജീവജ്യോതി എന്നുള്ള മാസിക തുടങ്ങുന്നു. അതിൻ്റെ എഡിറ്ററായിട്ട്, സ്ഥാപക എഡിറ്ററായിട്ട് 20 വർഷം. ഇതിനിടയിൽ കേരള ടൈംസിൽ ഇരുന്നു കൊണ്ട് വാരാന്ത്യ ചിന്തകൾ, ഞായറാഴ്ച തോറുമുള്ള വാരാന്ത്യ ചിന്തകൾ, മനോരമയിലെ വാരാന്ത്യ ചിന്തകളിലോട് സമമായിട്ടുള്ള ലേഖനങ്ങൾ ഏതാണ്ട് 10 വർഷത്തോളം എഴുതുകയുണ്ടായി. ആ വാരാന്ത്യ ചിന്തകളുടെ ശീർഷകം വെളിച്ചമേ നയിച്ചാലും എന്നതായിരുന്നു. അത് പലരും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പങ്ക്തിയാണ്. അത് തുടർച്ചയായിട്ട് 10 വർഷത്തോളം എഴുതുകയുണ്ടായി. അതാണ് മാധ്യമരംഗത്തിലെ പിന്നീടുള്ള തുടക്കം. തൻ്റെ കഴിവുകളും യോഗ്യതകളും അറക്കലച്ചൻ ക്രിസ്തുവിന് സമർപ്പിച്ചു. അപ്രകാരം ചെയ്തപ്പോൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന, സമാധാനിപ്പിക്കുന്ന ഒരുപാട് രചനകൾ അറക്കലച്ചൻ്റെ തൂലികയിൽ നിന്നും പിറന്നു വീണു. തൻ്റെ മാതൃഇടവകയായ വാടയിൽ സെയിൻറ്റ് ജോർജ് ദേവാലയത്തിൽ സാധിക്കുമ്പോഴൊക്കെ അറക്കലച്ചൻ സന്ദർശനം നടത്താറുണ്ട്. തൻ്റെ മാതാപിതാക്കളുടെ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയത്തിലെ സന്ദർശനം അച്ഛന് ഭൂതകാലത്തിലേക്കുള്ള തിരിച്ചുപോക്കുകളാണ്. തൻ്റെ മാതാപിതാക്കളുടെ സ്മരണ നിലനിർത്തുവാൻ ഒരു കൽക്കുരിശ് ജോർജ് അച്ഛൻ ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നായരമ്പലത്ത് തൻ്റെ കുടുംബ വീടിനോട് ചേർന്നുള്ള കടൽ തീരത്ത് സായാഹ്നങ്ങളിൽ അപൂർവമായി ജോർജ് അച്ഛൻ വരാറുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളോർത്ത് അച്ഛൻ അല്പനേരം ഇവിടെ ചെലവഴിക്കാറുണ്ട്. ചേരാനെല്ലൂർ സെയിൻറ്റ് ജെയിംസ് ദേവാലയത്തിലും തേവര സെയിൻറ്റ് ജോസഫ് ദേവാലയത്തിലും കർത്താവിൻ്റെ ശുശ്രൂഷ ദീർഘകാലം ചെയ്യാൻ ജോർജ് അച്ഛന് സാധിച്ചു. അക്കാലയളവിൽ
ഇടവക ജനങ്ങളോട് ഏറ്റവും സൗഹാർദ്ദപരമായും മാതൃകാപരമായും ഇടപെട്ട് പ്രവർത്തിക്കുവാൻ ഈ വൈദികന് കഴിഞ്ഞു. 8.5 വർഷത്തിലേറെ കാലം ഈ ഇടവകയിലെ വികാരിയായിരുന്നു ബഹുമാനപ്പെട്ട ജോർജ് അറക്കലച്ചൻ. അച്ഛൻ്റെ സേവന കാലയളവിലാണ് ഈ ദൈവാലയത്തിൽ വിശുദ്ധ യൂദാസ്ലീഹായുടെ നൊവേനയുമായി ബന്ധപ്പെട്ടുള്ള നേർച്ചക്കഞ്ഞിയും അതോടൊപ്പം തന്നെ നൊവേനകളും വിപുലമാക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരിയേറെ മക്കൾ ആശ്വാസം തേടി ഈ കൃപയുടെ ദൈവാലയത്തിലേക്ക് ഇന്ന് ഒഴുകിയെത്തുന്നത്. പ്രാരംഭ ദശയിലുണ്ടായിരുന്ന അരിഷ്ടതകളും കഷ്ടപ്പാടുകളൊക്കെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ സ്വീകരിച്ച ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട ജോർജ് അറക്കലച്ചൻ. അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പരാതികളില്ലാതെ ആവലാതികളില്ലാതെ എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അത് അന്നു മാത്രമല്ല ഇന്നും തൻ്റെ ഈ പ്രായമായ അവസ്ഥയിലും പ്രായത്തെ വെല്ലുന്ന ചങ്കുറുപ്പോടുകൂടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരു വൈദികനാണ് ജോർജ് അറക്കലച്ചൻ. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ജീവിതം ഞങ്ങൾ ചെറുപ്പക്കാരായ വൈദികർക്കൊക്കെ എന്നും ഒരു ഇൻസ്പിറേഷനാണ് എന്നൊരു വലിയ മാതൃക തന്നെയാണ്. പാഷനിസ്റ്റ് സിസ്റ്റേഴ്സിൻ്റെ ഒരു ഹൗസ് അതിരൂപതയിൽ ആദ്യമായി ആരംഭിക്കുവാനും ജോർജ് അച്ഛൻ മുൻകൈയെടുത്തു. തൻ്റെ ശുശ്രൂഷാകാലത്ത് രക്ഷിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും പരിശുദ്ധ മറിയത്തെക്കുറിച്ചും അനേകർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചത് വലിയ കൃപയായി ജോർജ് അച്ഛൻ കരുതുന്നു. പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് ചുരുക്കമായിട്ട് ഞാൻ വിശദീകരിക്കാം. ഒന്നാമത്, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നാനാവിധത്തിലുള്ള പുരോഗതി വളർച്ച വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഒത്തിരി കാര്യങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ എല്ലാം ലോകത്ത് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മാധ്യമരംഗം, അതുപോലെ മിഷൻ രംഗം, അതുപോലെ ആത്മീയ പരിശീലന രംഗം, ഇതൊക്കെ കൂടുതൽ സൂക്ഷ്മതയോടും കൂടുതൽ ആർജവത്തോടും കൂടുതൽ ഫലപ്രദമായിട്ട് നിർവഹിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് എന്ന്. ഞങ്ങളുടെ തലമുറയിലുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കൂടുതൽ നന്മ ഉളവാക്കുവാൻ സഹായിക്കും എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾ സെമിനാരിയിൽ പഠിക്കുമ്പോൾ അടിസ്ഥാന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു കെട്ടിടത്തിൻ്റെ അടിത്തറ മാത്രമാണ് അത്. അതിനെ മുന്നോട്ട് കെട്ടിപ്പടുക്കണമെങ്കിൽ സ്വന്തമായ പരിശ്രമം വേണം, സ്ഥിരമായ പരിശ്രമം വേണം, ജാഗ്രത വേണം, ക്ഷമ വേണം, എളിമ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ മുന്നോട്ട് കെട്ടിപ്പടുക്കുവാൻ കഴിയുകയുള്ളൂ. സെമിനാരിയിൽ പഠിച്ച് ഉടനെ പുറത്തു വന്ന് പഠനം ഉപേക്ഷിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ കെട്ടിടം മുന്നോട്ട് കെട്ടിപ്പടുക്കുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ സെമിനാരിയിലെ പഠനം ഒരു ആമുഖം മാത്രമാണ്, ഒരു തുടക്കം മാത്രമാണ്. ശരിയായ പഠനം ഇനി വരുന്നതേ ഉള്ളൂ. ഇടവകയിലായാലും സ്ഥാപനത്തിലായാലും പഠനം തുടർന്നുകൊണ്ടിരിക്കണം. സ്ഥിരമായ പരിശ്രമം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ വിജയം നിങ്ങളെ അനുഗ്രഹിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എടുത്തു കാണിക്കുകയാണ്. ഇതുവരെ 12 പുസ്തകങ്ങൾ എഴുതുവാൻ കഴിഞ്ഞു. ഇത് സ്വന്തമായ പരിശ്രമത്തിൻ്റെ ഫലമാണ്. അതുപോലെ ഈ പുസ്തകങ്ങളിൽ വിവരിക്കുന്ന ആശയങ്ങൾ സെമിനാരിയിൽ പഠിച്ചത് കൂടാതെ സ്വന്തമായി പഠിച്ചത് കൂടെയും സ്വന്തമായി സമ്പാദിച്ചത് കൂടെയും ഉണ്ട്. അതിനു പുറമെ പ്രായോഗികമായ ജീവിത അനുഭവങ്ങൾ, നമുക്ക് ചുറ്റുപാടുമുള്ള അനുഭവങ്ങൾ, ഇതെല്ലാം കൂട്ടിക്കുഴച്ച് താത്വികവും പ്രായോഗികവുമായ കാര്യങ്ങൾ കൂട്ടിയിണക്കി ഒരു നിഗമത്തിലേക്ക് എത്തുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് ചുരുക്കമായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അധ്വാനം തുടങ്ങുവാനിരിക്കുന്നതേയുള്ളൂ. സെമിനാരിയിലേത് ഒരു തുടക്കം മാത്രമാണ്. നിങ്ങൾ വായിക്കുന്നവരാകണം, നിങ്ങൾ ചിന്തിക്കുന്നവരാകണം. ഇത് പറയുമ്പോൾ നമ്മുടെ സമയം കൂടുതൽ
TV, ഇൻ്റർനെറ്റ് ഇതിലേക്കൊക്കെ കൂടുതൽ കടന്നു ചെല്ലുന്നത് അപകടകരമാണ്. അപകടം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും വളരെയൊന്നും കിട്ടുവാനില്ല. ഇപ്പോൾ ഞാൻ എഴുതിയ ഗ്രന്ഥങ്ങൾ ചിലതെല്ലാം നെറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ചില ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ സ്ഥിരമായ പരിശ്രമമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്ഥിരമായ ചിന്തയുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് യുക്തിചിന്ത. നമ്മുടെ റീസൺ എന്ന് പറയുന്നത് പരിശുദ്ധാത്മയുടെ ദാനമാണ്. അപ്പോൾ കോമൺ സെൻസ് എന്ന് പറയുന്നത്, ഈ കോമൺ സെൻസ് പരിശുദ്ധാത്മാവിയുടെ ദാനമാണ്. ഈ കോമൺ സെൻസ് വിട്ടുകൊണ്ട് സൂപ്പർഫ്ലൂ ആയിട്ടുള്ള ഉപരിപ്രഭമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നാം കടന്നാൽ നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടുകയില്ല. നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും സ്വതന്ത്രമായിട്ട് ആലോചിക്കുകയും യുക്തിപൂർവം ചിന്തിക്കുകയും സമർപ്പിക്കുകയും വേണം. ഈ കാലത്ത് യുക്തിപരമായിട്ട് സംസാരിച്ചില്ല എങ്കിൽ, ശാസ്ത്രീയമായിട്ട് സംസാരിച്ചില്ല എങ്കിൽ ആരും ഉൾക്കൊള്ളുകയില്ല. ഇതെല്ലാം വെറും പോച്ചയാണ് എന്ന് ആളുകൾ പറയും. അപ്പോൾ അതില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോ വാക്കും യുക്തിസഹമാകണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അപ്പോൾ ഇതെല്ലാം നിർവഹിക്കുന്നതിന് ശ്രദ്ധാപൂർവമായ ഒരു വിചിന്തനം ആവശ്യമാണ്. ആ വിചിന്തനത്തിൻ്റെ മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിതം സൗഭാഗ്യകരമാക്കുവാൻ കഴിയും. മാത്രമല്ല, ഇടയ്ക്ക് വരുന്ന പ്രലോഭനങ്ങളിൽ നിന്നും നമുക്ക് ജയിച്ചു നിൽക്കുവാൻ കഴിയും. പ്രലോഭനങ്ങളിലേക്ക് കടക്കുവാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് കൂടുതൽ എതിർക്കേണ്ടി വരികയുമില്ല. ചുരുക്കമായിട്ട് ഞാൻ ആവർത്തിക്കുകയാണ്, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ പുരോഗതികളും എല്ലാ കണ്ടുപിടുത്തങ്ങളും നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുക, അധ്വാനശീലരാകുക. കർത്താവ് ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചതുപോലെ, കർത്താവ് ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചത് എന്താണ്? അവരെ ആത്മീയമായിട്ട് കൂടുതൽ ഒരുക്കുക എന്നതായിരുന്നു. അവർക്ക് ആത്മബന്ധം വളർത്തുക എന്നതായിരുന്നു. ഇതുപോലെ മുന്നോട്ടുള്ള ജീവിതത്തിൽ യേശുവുമായുള്ള ആത്മബന്ധം തുടർന്നുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. നീണ്ട 24 വർഷത്തെ പത്രപ്രവർത്തന ജീവിതം, കേരള ടൈംസിലും ജീവജ്യോതി മാഗസിനിലുമായി നിരവധി ലേഖനങ്ങൾ, നിരവധി ആധികാരിക സഭാഗ്രന്ഥങ്ങൾ, അതിലുപരി ഒരു വൈദികൻ എന്ന നിലയിൽ അനുഷ്ഠിച്ച വിശുദ്ധ ബലികൾ, ജോർജ് അച്ഛൻ ഇന്ന് സന്തോഷവാനാണ്. വിളിച്ച ദൈവം വിശ്വസ്തനായിരുന്നുവെന്ന് അച്ഛൻ നമ്മോട് പറയുന്നു. യേശുവിനെക്കുറിച്ച് അറിയുവാൻ തുടങ്ങിയാൽ ആരും പരാജയപ്പെടുകയില്ല. യേശുവിനെക്കുറിച്ച് അറിയുവാൻ തുടങ്ങിയാൽ നാം പരിശുദ്ധ മറിയത്തെക്കുറിച്ചും അറിയുവാൻ ഇടയാകും. പരിശുദ്ധ മറിയത്തെക്കുറിച്ച് അറിയുവാനിടയായാൽ യേശുവിനെക്കുറിച്ചും നാം അറിയുവാൻ ഇടയാകും. ഇവിടെ അവസാനം നാം വന്നു നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരുണാമയമായ ആ നന്ദിഭാവത്തിൻ്റെ, ആ ഒരു പിതൃഭാവത്തിൻ്റെ മുമ്പിലാണ്. ആ ദൈവപിതാവിൻ്റെ മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുകയാണ്. തനിക്ക് പ്രിയപ്പെട്ടവരെ ദൈവം എല്ലായ്പ്പോഴും ചേർത്തു പിടിക്കുന്നു. എളിയവരെ കൊണ്ട് അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. പെറ്റമ്മ മറന്നാലും അവിടുന്ന് മറക്കുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അവിടുത്തെ കൃപ എല്ലാവരോടും എല്ലായ്പ്പോഴും ഉണ്ടാകുമാറാകട്ടെ.
ഓർമ്മകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാ